എൻ്റെ പേര് അനിത. ഞാൻ കൊല്ലത്ത് കൊട്ടാരക്കരയ്ക്കടുത്ത് പുത്തൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബർ 12-ാം തീയതിയാണ്. ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം, ഞാനൊരു നേഴ്സാണ്. 2015 മുതൽ ഞാൻ വിദേശത്തേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നതാണ്. 5 വട്ടത്തോളം IELTS എഴുതി. പക്ഷേ ഞാൻ പോയിൻ്റുകൾ മാർക്ക് നഷ്ടപ്പെട്ട് അങ്ങനെ പോകാൻ പറ്റാതെയായി. അങ്ങനെ ആ സ്വപ്നം അവിടെ ഉപേക്ഷിച്ചു. അടുത്തത് ഡ്രൈവിംഗ് പഠിക്കാമെന്നുള്ള രീതിയിൽ പോയി. ഡ്രൈവിങ് ഒരു വട്ടം പോയി, പകുതി കിട്ടും പകുതി കിട്ടത്തില്ല. അങ്ങനെ 2-3 വട്ടമായി, അതും ഉപേക്ഷിച്ചു. അങ്ങനെ എല്ലാം ഉപേക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു. അങ്ങനെ പിന്നെ പുറത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും ഹസ്ബൻഡ് വിടത്തില്ല, ജോലിക്ക് വിടത്തില്ല. ഹസ്ബൻഡിന് ദുബായിൽ ജോലിയുണ്ട്, അതുകൊണ്ട് ജീവിക്കാമെന്നുള്ള രീതിയായി. അതിനുശേഷം എൻ്റെ നാട്ടിലേക്ക് ചെല്ലാനോ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടായി. അവരെല്ലാം ചോദിക്കും, ഇത്രയും കഷ്ടപ്പെട്ട് അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ട് ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കാനാണോ? എങ്കിൽ പിന്നെ ലോൺ എടുക്കണ്ടായിരുന്നല്ലോ, ബാങ്കിൽ പോകാം, ബാങ്ക് മാനേജർ വക ക്വസ്റ്റ്യൻ, അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻ നേരിട്ടു. എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയായി. അങ്ങനെ ഒടുവിൽ അവസാനം തയ്യൽ പഠിക്കാൻ ഞാൻ പോയി. എങ്കിൽ ഇപ്പം നല്ല ഒരു ബ്ലൗസ് തയ്ച്ച് കൊടുക്കുന്നതിനായാലും 10-200 രൂപ കിട്ടുമെങ്കിൽ തയ്യൽ പഠിക്കാമെന്ന് പറഞ്ഞ് തയ്യൽ പഠിക്കാൻ പോയി. ആ സമയത്താണ് കൊറോണ വരുന്നത്. കൊറോണ വന്നു, എൻ്റെ ഹസ്ബൻഡിന് കൊറോണ പിടിച്ചു. അവസാനം പുള്ളി ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങളുടെ മുമ്പിലുള്ള മാർഗ്ഗങ്ങളെല്ലാം അടഞ്ഞു. ഹസ്ബൻഡിന് ജോലിയില്ല, വീട്ടിൽ വേറെ ആർക്കും ജോലിയില്ല. ആ സമയത്ത് തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും എൻ്റെ ഫാദറിലൊക്കെ ക്യാൻസറായി. അത് 2ാം സ്റ്റേജായിരുന്നു. അങ്ങനെ ഇത് കുറേ ക്രിട്ടിക്കലായി. പുള്ളി മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ തന്നെ കാസ്റ്റിലുള്ള ഒരു ചേച്ചി അവിടെ വരികയും ഇതുപോലെ ഉടമ്പടി ഉപ്പും തേനും ഒക്കെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇതുപോലൊരു പള്ളിയുണ്ട്, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ അസാധ്യമായ ഏത് കാര്യവും മാധവ് സാധിച്ചു തരും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഓക്കെ ശരി പോകാമെന്നായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഞാനും ഹസ്ബൻഡും എൻ്റെ ഇളയ കുഞ്ഞും കൂടി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യ നിയോഗമായിരുന്നു OET അല്ലെങ്കിൽ IELTS എനിക്ക് പാസ്സാകണം എന്നുള്ളത്. അങ്ങനെ ഇവിടെ വന്ന് നിയോഗമൊക്കെ വെച്ചു, വീട്ടിൽ പോയി. അതിന് മുമ്പ് ഞാൻ നഴ്സിംഗ് പഠിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ ഒരു ബൈബിളുണ്ട്. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ അവരുടെ കൂടി ചേർന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ യേശുവിൽ ഭയങ്കര വിശ്വാസത്തിലുള്ള ഒരാളായിരുന്നു ഞാൻ. കല്യാണം കഴിഞ്ഞ ശേഷം വിഷമങ്ങൾ വരുമ്പോൾ മാത്രം ബൈബിളിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയിരുന്നു. അപ്പോൾ ആ ബൈബിൾ ഞാൻ കൂടെ എടുത്ത് വെച്ച് വായിക്കും. എനിക്ക് വിഷമം വരുങ്ങളെല്ലാം ഞാൻ യേശുപ്പച്ചനോട് പറയും, മാതാവിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ ആയിരുന്നു രീതി. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ IELTS വേണോ OET വേണോ എന്നതായിരുന്നു ആദ്യത്തെ ചിന്ത. IELTS എഴുതി ഒരുപാട് വട്ടം IELTS എഴുതി പരാജയപ്പെട്ടതുകൊണ്ട് പിന്നെ IELTS എഴുതാൻ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. അങ്ങനെ ഞാൻ OET തിരഞ്ഞെടുത്തു. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പം റീഡിങ്ങും ലിസണിങ്ങും എനിക്ക് ഭയങ്കര പാടായി. കാരണം വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റത്തില്ല, കുഞ്ഞുണ്ടായതുകൊണ്ട്. അങ്ങനെ ഞാൻ ഇതിന് രണ്ടിനും വേണ്ടി ഞാൻ ഓഫ്ലൈൻ പോയി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആകെ തരികയായി. അവിടെ ഒരു സാറേ ഉള്ളൂ. സാറിന് OETയെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. സാറിന് ആകെ IELTS മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് റീഡിങ്ങൊക്കെ അതിന് കുറേ ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്. ഇതൊന്നും പറഞ്ഞു തരാൻ എനിക്ക് ആളില്ല. ഞാൻ വെറുതെ രാവിലെ ചെല്ലും, എന്തൊക്കെയോ വായിക്കും, എന്തൊക്കെയോ എഴുതും, പകുതി മുക്കാലും പൊട്ടത്തെറ്റ്, അങ്ങനെയൊക്കെ. അങ്ങനെ കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ 2-3 തവണ എഴുതിയ ശേഷം അവർ കൂടെ ഇരുന്ന കുട്ടികൾ എനിക്ക് പറഞ്ഞു തന്നു, ചേച്ചി റീഡിങ്ങിന് ഇത് ചെയ്യണം, ലിസണിങ്ങിന് ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടുന്നത് എന്നൊക്കെ. എന്തായാലും ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു, എല്ലാം മാതാവിൽ സമർപ്പിച്ചു. ഞാൻ എക്സാം എഴുതാൻ പോയി. ഇവിടെ വന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു. പോയപ്പോൾ എൻ്റെ പൊട്ട ബുദ്ധിക്ക് എനിക്ക് തോന്നി, അവിടെ ചെല്ലുമ്പോൾ IELTSന് ഭയങ്കര സ്ട്രിക്റ്റാണ്, നമ്മുടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പം മാതാവിൻ്റെ കാശ് രൂപം നഷ്ടപ്പെട്ടാലോ എന്ന് കരുതി ഞാൻ കാശ് രൂപം കൊണ്ടുപോയില്ല. എന്നിട്ട് അവിടെ ചെന്ന് പത്രം അവിടെ ഇരുന്ന എക്സാമിന് എഴുതുന്നതിന് പിള്ളേർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ അകത്ത് കയറി പ്രാർത്ഥിച്ചു, പരീക്ഷ എഴുതി. എനിക്ക് ഏറ്റവും കൂടുതൽ പേടി സ്പീക്കിംഗ് ആയിരുന്നു. കാരണം സ്പീക്കിങ്ങിന് നമ്മളൊരാളുടെ മുമ്പിൽ നമ്മൾ അഭിമുഖീകരിച്ച് പറയുമ്പോൾ നമുക്ക് തെറ്റ് വരുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ബാക്കിയൊന്നും ഞാൻ അത്ര വലിയ ടെൻഷൻ അടിച്ചില്ല, കാരണം അവരെ പേപ്പർ നമ്മുടെ മുഖം കാണുന്നില്ലല്ലോ. അങ്ങനെ സ്പീക്കിങ്ങിനെ കുറിച്ചായിരുന്നു എനിക്ക് IELTS എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് സ്പീക്കിംഗ് ആയതുകൊണ്ട് ഞാൻ സ്പീക്കിങ്ങിനായിരുന്നു കൂടുതൽ പ്രാർത്ഥിച്ചതും ശ്രദ്ധ കൊടുത്തതും. കാരണം എനിക്കത് പോകുമെന്നുള്ള കാര്യം എനിക്ക് ഏകദേശം ഉറപ്പായി. അങ്ങനെ എക്സാം കഴിഞ്ഞു. എനിക്ക് 5 മണിക്കായിരുന്നു സ്പീക്കിങ്. അതുവരെ ഞാൻ ഇവിടുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി. സ്പീക്കിങ്ങിന് ഏറ്റവും ലാസ്റ്റിൽ വിളിച്ച കാൻഡിഡേറ്റ് ഞാനായിരുന്നു. ഞാൻ സ്പീക്കിങ്ങിന് ചെന്നു. ഞാൻ ഒരു ലേഡിയെ തന്നെ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഫ്രണ്ടിൽ ഒരു ലേഡി തന്നെ ആയിരുന്നു വന്നത്. ഞാൻ സംസാരിച്ചു തുടങ്ങി. ആദ്യത്തെ മൊഡ്യൂൾ സംസാരിച്ച് കഴിഞ്ഞ ശേഷവും എനിക്ക് സമയം ബാക്കിയായി. എന്നോട് പറഞ്ഞു ബാക്കി പറ എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല. 2ാമത്തെ മൊഡ്യൂളും അതേ സ്റ്റേജിലായി. അവസാനം ഞാൻ എക്സാം എഴുതി വന്നപ്പോൾ പിള്ളേർ പറഞ്ഞു, ചേച്ചി ഇത്രയും സമയം ലാഗ് വന്നെങ്കിൽ ചേച്ചിക്ക് കിട്ടത്തില്ല, ചേച്ചി പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവ് തരുവാണെങ്കിൽ തരട്ടെ, അല്ലാതെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് എന്തായാലും
നേടാൻ പറ്റില്ല. അതിനു മുമ്പ് എന്നോട് എക്സാമിന് പോകുന്നതിന് മുമ്പ് പിള്ളേർ പറഞ്ഞു നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് പോകണം, നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോകണം, നമ്മുടെ ഇമ്പ്രഷനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേണം. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഇമ്പ്രഷനും കൊണ്ട് എനിക്ക് വേണ്ട, എനിക്ക് മാതാവ് തരുന്നെങ്കിൽ മാത്രം ഞാൻ സ്വീകരിക്കും. കാരണം എൻ്റെ കഴിവ് കൊണ്ട് ആയിരുന്നെങ്കിൽ എനിക്ക് എന്നേ കിട്ടിയാനെ, അതുകൊണ്ട് എനിക്ക് മാതാവ് തരുന്നതാണെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് പോയത്. റിസൾട്ട് വന്നു, എനിക്ക് സ്പീക്കിങ്ങിന് ഹൈ മാർക്കായി, ബാക്കി റീഡിങ്ങിനും ലിസണിങ്ങിനും പോയി, റൈറ്റിങ്ങിനും നല്ല മാർക്കോടെ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഹസ്ബൻഡ് പറയും ഇനി എഴുതണ്ട, നിന്നെ കൊണ്ട് ഒക്കത്തില്ല, പോയി എന്ന് വിചാരിക്കുക പറഞ്ഞു. അതിനോട് ഒരു കാര്യം ചെയ്തു, നീ ഒന്നുകൂടെ എഴുതിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ വട്ടം ഞാനിവിടെ വന്നു, അച്ഛനെ കണ്ടു, ഡേറ്റ് എടുത്തിട്ട് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ എൻ്റെ മുമ്പിൽ വന്നിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ലോഹയിൽ തൊട്ടിട്ട് ഞാൻ പറഞ്ഞു, യേശുപ്പച്ചൻ്റെ നടന്നു പോകുന്ന വഴിയിൽ നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ട്, ആ തിരുവസ്ത്രത്തിൽ തൊട്ടപ്പോൾ രക്തസ്രാവമുള്ള സ്ത്രീയുടെ രക്തസ്രാവം നിന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ മാതാവേ, എനിക്ക് ഈ പ്രാവശ്യം കൊണ്ട് ഇനി ഞാൻ OET എഴുതത്തില്ല, ഇതുകൊണ്ട് എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. ഞാൻ പോയി എന്താണ് എഴുതിയെന്നോ എന്ത് പാസേജാണ് ഞാൻ വായിച്ചതെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എഴുതുമ്പോഴെല്ലാം ഞാനൊരു ഷാർപ്പൺ ചെയ്യാത്ത പെൻസിലോ മാതാവിൻ്റെ വിശുദ്ധ തൈലം കൊണ്ടുപോയി അതെല്ലാ പേപ്പറിലും ക്വസ്റ്റ്യനിലും ഞാൻ പെരട്ടി പറഞ്ഞു, ഞാൻ നിന്നെ ഏൽപ്പിക്കുക, നീ എനിക്ക് 350 മാർക്ക് തന്നാൽ മതി, വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. റിസൾട്ട് വന്നു, എനിക്ക് 360 മാർക്ക് രണ്ടിനും തന്ന് മാതാവിനെ വിജയിപ്പിച്ചു. അതിനുശേഷം ന്യൂസിലാൻഡ് എന്ന കൺട്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രോസസ്സിങ് തുടങ്ങി. ഓരോരോ സ്റ്റേജുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് കുറേ സർട്ടിഫിക്കറ്റ്സ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഹസ്ബൻഡും കോളേജിൽ പോയി. ഞാൻ ആന്ധ്രാപ്രദേശിലാണ് പഠിച്ചത്. ഞങ്ങൾക്ക് ടിക്കറ്റ് റിസർവായി, ഞങ്ങൾ പോയി അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞു. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അത് RAC ആയിരുന്നു, അതുകൊണ്ട് ഓക്കെ ഇതാവുമെന്ന് പറഞ്ഞു, റിസർവേഷൻ ആവുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ മെസ്സേജ് വന്നു ടിക്കറ്റ് ക്യാൻസലായി പോയിന്ന്. അപ്പോൾ എന്നോട് പേടിക്കേണ്ട, നമുക്ക് അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുത്ത് കയറാം, എന്നിട്ട് TTRനെയും കൊണ്ട് നമുക്ക് ടിക്കറ്റ് ആക്കാമെന്ന് പറഞ്ഞു, AC ടിക്കറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് കയറി ടിക്കറ്റും എടുത്ത് ട്രെയിനിൽ കയറിയപ്പോൾ ഒരു സീറ്റ് പോലും ഒഴിവില്ല. TTR പറഞ്ഞു ഒരു രക്ഷയില്ല. ഏകദേശം 8 മണിയായിരുന്നു രാത്രി. അപ്പം ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങേണ്ടി വന്നു. അവിടുന്ന് ട്രെയിൻ പിന്നെ 11 മണിക്കേ ഉള്ളൂ രാത്രി. ആ ട്രെയിനിലാണെങ്കിൽ ഒറീസയിൽ നിന്ന് വരുന്ന ട്രെയിൻ, അതിനകത്ത് 1 ഇഞ്ച് സ്ഥലമില്ല, ഒരു രക്ഷയില്ല കയറാൻ പോലും. റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലും ഇല്ല, AC-യിലും ഇല്ല. അങ്ങനെ ഞങ്ങൾ ആകെ വിഷമിച്ചു. രാത്രി 1 മണിയായി. ഭാഷ എനിക്ക് പണ്ട് അറിയാമായിരുന്നെങ്കിലും കുറേ വർഷങ്ങളായതുകൊണ്ട് ടച്ച് എല്ലാം വിട്ടുപോയി. ഒരു രക്ഷയില്ല, ഇങ്ങോട്ടും പോകാൻ. ഞങ്ങൾ രണ്ടുപേരും റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക. ഞാൻ ബൈബിൾ എടുത്ത് വെച്ച് വായിച്ചു. ഞാൻ OET പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ എന്നും രാവിലെ വിശ്വാസപ്രമാണം ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്. വീണ്ടും ഞാൻ വിശ്വാസപ്രമാണം എഴുതി. ഞാൻ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ ഉപ്പും കൊണ്ട് കയറുക. എനിക്ക് മദ്രാസ് വരെ മദ്രാസ് വരെയുള്ള ട്രെയിനാണത്. അവിടുന്ന് ഞങ്ങൾക്ക് കൺഫേം ടിക്കറ്റ് ഉണ്ട്. അതുവരെ എനിക്ക് ഇരുന്ന് പോകാനുള്ള ഒരു സീറ്റ്, ഞങ്ങൾക്ക് 2 പേർ കൂടെ ഒരൊറ്റ സീറ്റ് ഇരുന്ന് പോകാൻ മാതാവ് തന്നാൽ മതി എന്ന് പറഞ്ഞു. 1 മണിയായപ്പോൾ അടുത്ത ട്രെയിൻ വന്നു. എന്തുമായാലും രണ്ടും കൽപ്പിച്ച് മാതാവിൻ്റെ ഉപ്പും തൈലവും കാശുരൂപവും മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാനത് കയറി. ഉപ്പ് ഞാൻ ട്രെയിനിൻ്റെ ഒരു സൈഡിലേക്ക് ഇട്ടു, ആരും ചവിട്ടാത്തൊരു ഭാഗത്തേക്ക് ഇട്ടു. ചെന്ന് കയറി ഒരു സീറ്റിലിരുന്നു. ഒരാൾ കിടക്കുന്ന സീറ്റിൻ്റെ സൈഡിലിരുന്നു. അപ്പോൾ TTR വന്നു, ഒരു രക്ഷയില്ല, ഒരു സീറ്റ് പോലും ഇല്ല. ഇതിന് മുമ്പുള്ള ട്രെയിനിലെ TTR പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു പാസഞ്ചർ നിങ്ങൾ ഇരിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ടിക്കറ്റ് ഫൈനോടെ തരാമെന്ന് പറഞ്ഞു. ഇത് TTR പറഞ്ഞു ഒരു സീറ്റും ഇല്ല, ഒരു രക്ഷയില്ല, നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്നോ, ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരില്ല എന്ന് മാത്രം പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അപ്പർ ബർത്തിൽ ഒരാൾ കിടക്കുന്നതായിട്ട് തോന്നില്ല, പക്ഷേ ഷീറ്റെല്ലാം വിരിച്ചിട്ടിട്ടുണ്ട്. ഞാൻ മാതാവേ ആ സീറ്റ് ഞങ്ങൾക്കുള്ളതായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. കുറേ നേരമായി, 1 മണിക്കൂറോളം ഞാൻ ആ സീറ്റിലിരുന്നു. പക്ഷേ ആരും മുകളിലത്തെ അപ്പറിൽ ആരും വന്നില്ല. അപ്പം ഹസ്ബൻഡ് ഫൈൻ അടച്ച് ടിക്കറ്റ് എടുത്തു. അതിൻ്റെ ഞാൻ പറഞ്ഞു ആ സീറ്റിൽ ആരുമില്ല, ഇതുവരെ ബാത്റൂമിൽ പോയ ആളാണെങ്കിൽ പോലും തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു, നമുക്ക് അവിടെ നോക്കാം, മാതാവ് നമുക്ക് തന്ന സീറ്റാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ കയറി ആ ഒരു ബെർത്തിൽ കിടന്നു. ഇത്രയും നാൾ ട്രെയിനിൽ യാത്ര ചെയ്തതിൽ ഏറ്റവും നല്ല ട്രെയിൻ യാത്രയായിരുന്നു മാതാവ് എനിക്ക് അന്ന് തന്നത്. അത് കഴിഞ്ഞ് രാവിലെ ആരാണെന്നോ നിങ്ങൾ എവിടെ നിന്ന് വന്നതാണെന്നോ പോലും പാസഞ്ചേഴ്സ് പോലും ഞങ്ങളോട് ചോദിച്ചില്ല. അങ്ങനെ ഞങ്ങൾ മദ്രാസ് വരെ സുഖമായി എത്തി. പിന്നീട് ഞങ്ങൾ ഓരോ പ്രോസസ്സും വളരെ താമസിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി, നീ ഇവിടെ എങ്ങും പള്ളിയില്ലാഞ്ഞിട്ട് ആലപ്പുഴ വരെ പള്ളി വരെ പോയി മാതാവിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് എന്താ ഇത്ര താമസിക്കുന്നത്, എല്ലാവരും നിൻ്റെ കൂടെ ഉള്ളവരെല്ലാം കയറിപ്പോയല്ലോ. ഞാൻ പറഞ്ഞു മാതാവിന് സമയമായില്ല, മാതാവിന് സമയമാകുമ്പോൾ എൻ്റെ സമയമാകുമ്പോൾ മാതാവ് എനിക്ക് തരും, അതെനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട് കാര്യം പറഞ്ഞു, എൻ്റെ പേരിൽ മാതാവിൻ്റെ പേര് കളങ്കപ്പെടാൻ ഇടയാവരുത് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇവിടുത്തെ ജപമാല റാലി, കഴിഞ്ഞ വർഷത്തെ ജപമാല റാലി, അതിന് മുമ്പ് എനിക്ക് CGFNS ക്ലിയർ ആയി എന്നൊരു അടയാളം തരണം എന്ന് പറഞ്ഞു. കൃത്യം 5 ദിവസം മുമ്പ് ഒക്ടോബർ 26-ാം തീയതി ആയിരുന്നു ഇവിടെ ജപമാല റാലി. 20-ാം തീയതി എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു, എൻ്റെ CGFNS ക്ലിയറായി. അതിനുശേഷം ന്യൂസിലാൻഡ് പ്രോസസ് രജിസ്ട്രേഷനായി. അങ്ങനെ ഈ ഒക്ടോബർ 3-ാം തീയതി ഞാൻ ന്യൂസിലാൻഡിന് പോവുകയാണ്.
അതിനുമുമ്പ് മാതാവ് എനിക്ക് 13 എന്നൊരു ഡേറ്റ് തന്നു. ഞാൻ ലാസ്റ്റ് എക്സാം എഴുതിയത് ഒക്ടോബർ 13 അപ്പം 13 എനിക്കൊരു ഡേറ്റ് തന്നു. അപ്പോൾ ഇത് ഈ 13 എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുന്നെങ്കിൽ അച്ഛൻ്റെ ടോക്കിൽ എപ്പോഴും കേൾക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നു ആ ഡേറ്റിൽ എന്തെങ്കിലും സംഭവിക്കുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഒക്ടോബർ 21 എനിക്ക് ക്ലാസ്സിന് കയറേണ്ടുന്ന ഡേറ്റ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എന്നെ വെറുതെ കാണിച്ചതാണോ 13 ഡേറ്റ് എന്നായി ഞാൻ. അവസാനം എനിക്ക് 10-ാം മാസം 3 എന്ന ഡേറ്റ് തന്ന് 13 എന്ന വാക്ക് മാതാവ് എന്നോട് പാലിച്ചു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. രണ്ടാമത്തത്, എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സായിരിക്കുമ്പോൾ അവൾ നല്ല ഉയരത്തിൽ നിന്ന് ഒരു കട്ടിലിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. മുഖം ഇടിച്ചാണ് വീണത്. അപ്പം കുഞ്ഞ് കരയുന്നുണ്ട് ഉള്ളിൽ, പക്ഷേ കരച്ചിൽ വെളിയിൽ വരുന്നില്ല, ആരോടും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഒരു മയങ്ങിയ ഒരവസ്ഥയിലേക്ക് ഇരിക്കുന്നു. പക്ഷേ കുഞ്ഞിൻ്റെ മുഖത്തൊന്നും ഒരു പാടുമില്ല, ഒരു രക്ഷയില്ല. അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അവൾക്ക് മാതാവിനെ ഭയങ്കര വിശ്വാസം. 1.5 വയസ്സേ ഉള്ളെങ്കിൽ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് വന്ന് തൊഴുകയും തേൻ കുടിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു തേനായതുകൊണ്ട് മധുരം ഉള്ളതുകൊണ്ടാണ് എനിക്ക് കുഞ്ഞ് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ തേൻ അവൾ കഴിക്കുകയൊക്കെ ചെയ്യും. അന്നേരം നോക്കിയപ്പോൾ അവിടെ അതൊരു കല്യാണ വീടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ തൈലോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കലണ്ടറിൽ യേശുപ്പച്ചൻ്റെ ഒരു ഫോട്ടോയുണ്ട്. ഞാൻ അന്നേരം കുഞ്ഞിൻ്റെ കൈ എടുത്ത് അതിൽ തൊട്ടിട്ട് പറഞ്ഞു, ഇത് മോടെ മാതാവാ, ഇപ്പം മോടെ അസുഖം ഭേദമാവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് കട്ടിലേ വന്ന് ഇരുന്നു. അന്ന് അവളെൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. പെട്ടെന്ന് കുഞ്ഞിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു നിഴലിപ്പ് പോലെ വന്നു. ഞാനത് തടവി. അങ്ങനെ അവൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. മാതാവ് കൊടുത്ത വലിയ സൗഖ്യമായിട്ട് ഞാൻ കരുതുന്നു. അല്ല, ആ സ്റ്റേജിൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അവളെ ICUവിൽ അഡ്മിറ്റ് ആക്കിയതിനെ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അത് മാറിയേനെ. അതുപോലെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചാൽ അതുപോലെ എൻ്റെ ആങ്ങളയുടെ വൈഫിന് നോർമൽ ഡെലിവറി പറഞ്ഞു. ലാസ്റ്റ് ഡേറ്റായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ തലയിലോട്ടുള്ള രക്തയോട്ടം കുറവാണ്, സിസേറിയൻ ചെയ്തേ പറ്റത്തുള്ളൂ, സിസേറിയൻ ചെയ്ത് എടുക്കുമ്പോഴേ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. പിറ്റേന്നത്തേക്ക് സിസേറിയൻ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ ഇരുന്നൊരു സമാധാനമില്ല. ഞാൻ രാത്രിയിൽ അവളെ കാണാൻ പോയി. കാണാൻ ചെന്നിട്ട് ഉടമ്പടി തൈലം അവളുടെ വയറ്റിൽ തേച്ച് പ്രാർത്ഥിച്ചു. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഒരു കുഞ്ഞിനൊരു ആപത്തും വരാതെ ഒരു ആൺകുഞ്ഞിനെ നിനക്ക് തരും എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു. അവളുടെ അടുത്ത് നിൽക്കേണ്ടെന്ന് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ ഉടമ്പടി പുതുക്കാൻ പോവാം. ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് വരുമ്പോൾ എനിക്ക് നല്ലൊരു വാർത്ത കേൾക്കണം, എന്നെ നീ സങ്കടപ്പെടുത്തരുതേ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോയി. ഉടമ്പടി പുതുക്കിയിട്ട് ഇവിടെ വന്നപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ഒരു ആൺകുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. പിന്നീട് ഞാൻ പത്രം കൊടുക്കുന്നു. ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാൻ ആദ്യം ഹോസ്പിറ്റലിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 2, 3, 4 പത്രങ്ങൾ വീതം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ രോഗികളുടെ അടുത്തിരിക്കുന്നു. അവർ വായിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ഇനിയും കിട്ടിയാൽ അവർ വാങ്ങിച്ച് അവിടെ വെക്കുകയാണ്. അപ്പോൾ എനിക്കതിലൊരു അസംതൃപ്തി തോന്നി. എന്തിനാ ഇങ്ങനെ ഒരുപാട് പത്രം വാങ്ങിക്കുന്നത്? ഒരു പത്രം വാങ്ങിച്ച് അവർക്ക് ഉപകാരമുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് വെച്ചാൽ പോരേന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിർത്തി. ഞാൻ കാഷ്യൂ ഫാക്ടറികളിൽ വൈകുന്നേരം അവർ 5 മണിക്ക് അവരെ വിടുന്ന സമയത്ത് അവിടെ പോയി നിന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന പത്രം മുഴുവൻ ഞാൻ അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ പോലെ പല സ്ഥലങ്ങളിൽ പോയി ഞാൻ അവർക്ക് പത്രം കൊടുക്കും. അതുപോലെ ബസ് സ്റ്റാൻഡിൽ പോയി ഞാൻ ആഹാരം ഉണ്ടാക്കി ബസ് സ്റ്റാൻഡുകളിൽ കൊണ്ടു കൊടുക്കും. അവിടെ അടുത്ത് ഞങ്ങളുടെ അവിടുത്തെ പിന്നെ വൃദ്ധരായ അമ്മമാർ താമസിക്കുന്ന അനാഥാലയമുണ്ട്. അവിടെ പോയി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തിരിക്കുന്നത്. 20-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചു കേൾക്കുന്നു, നിൻ്റെ കഷ്ടകാലത്ത് കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഉയരുന്നില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ദൈവം അത് സുരക്ഷിതമാക്കുമെന്നും ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും ഈ സഹോദരൻ നമ്മളോട് സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ്. നമുക്കറിയാം, ഈ സഹോദരി തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് ഉപയോഗിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്ന രക്തസ്രാവക്കാരിയായിട്ടുള്ള സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്യുന്നതാണ്. നമുക്കറിയാം, സിറോഫിനീഷ്യൻ വംശജയായിട്ടുള്ള സ്ത്രീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ വന്നുകൊണ്ട് തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണാറുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നതും കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതും കർത്താവ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സഹോദരിയും നമ്മളോട് സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ വിശ്വാസത്തിൻ്റെ ധീരത അല്ലെങ്കിൽ തൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിതം നമ്മളുടെ മുൻപിൽ അനുഭവ സാക്ഷ്യമായിട്ട് പങ്കുവെക്കുന്നത്. വിശ്വാസത്തോടുകൂടി ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തെ കർത്താവ് സ്പർശിക്കുമെന്നും ആ വലിയ അനുഭവം തങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റുമെന്നും ഈ സഹോദരി ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്.
ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ഇരു കരങ്ങളും പിടിച്ച് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവം.